നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ മകയിരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് ഇടവക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് മിഥുനക്കൂറിലുമാണ്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ അപജയസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ ചില വ്യാഴപ്പഴമുണ്ട്. കർമ്മസ്ഥാനത്ത് അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. 4-ൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ, അതേപോലെ തന്നെ ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകുക. പക്ഷേ വിദേശ യോഗമുണ്ട്. അപ്പോൾ വിദേശത്തോ വീട് വിട്ട് നിന്നോ പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാലും കാലിൻ്റെ മുട്ടിന് വേദന, കൈകൾക്ക് വേദന പോലെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പിന്നെ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരിക, അതായത് ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സം വരിക. അതിനോടൊപ്പം ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഒരു സന്യാസ യോഗമാണ്. കല്യാണം അന്വേഷിക്കുന്നവർക്ക് നല്ല ബന്ധം വരാതിരിക്കുക. അപ്പോൾ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ചുണ്ടെങ്കിൽ പോലും അവർ തമ്മിൽ ശാരീരികമായ ബന്ധങ്ങൾക്കൊക്കെ താല്പര്യക്കുറവുണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങളാണ് മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല പരിഹാരങ്ങൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം, നാഗപൂജ ചെയ്യണം, വ്യാഴപ്പഴമുള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രം, നെയ്വിളക്ക്, ഭാഗ്യസുത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാനും നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായി തോന്നാനും സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാം. എന്നാൽ മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തേക്കുന്നുണ്ട്. സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാൻ യോഗമുണ്ട്. 2-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നുണ്ട്, സഹായ സ്ഥാനാധിപതിയോട് ചേർന്നിട്ട്. ആ ഭാവാധിപതി ലഗ്നാധിപതിയോട് ചേർന്നിട്ടു. അത് കാരണം ലഗ്നാധിപതിയോട് ചേർന്ന് വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം കൊണ്ട് നല്ല ദൈവാധീനമാണ്. രക്ഷാസ്ഥാനത്ത് 2-ൽ തന്നെയാണ് വ്യാഴം. അപ്പോൾ സാമ്പത്തികമായ വർധനവിന് യോഗമുണ്ട്. കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്നതാണ്. തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. ഭാഗ്യസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത്, കർമ്മസ്ഥാനത്ത് ശനിയാണ് നിൽക്കുന്നത്, പക്ഷെ ഭാഗ്യാധിപതിയാണ്. ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. ലാഭാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് രക്ഷാസ്ഥാനത്ത് 2-ൽ ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനുള്ള യോഗമുണ്ട്. പക്ഷേ ലഗ്നകുജ ക്ഷതധനു എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ശരീരത്തിന് ചതവ് സംഭവിക്കുക, തട്ട് മുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുറിവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തലവേദന പോലുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. ഭയങ്കര വാശി, ചെറിയ നിസ്സാര കാര്യത്തിന് വാശി ഉണ്ടാകുക, എടുത്തിയാട്ടം കൂടുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വെട്ടൊന്ന് മുരണ്ടെന്നുള്ള രീതിയിലുള്ള സംസാരം, എടുത്തിയാട്ടം, ഇതൊന്ന് കുറയ്ക്കണം. ആവശ്യമില്ലാത്ത വാശിയും ദേഷ്യവും കുറയ്ക്കുക. നവംജ ബ്രഹ്നോന്ന മനോഹരവും വിശാലവുമായിരിക്കുന്ന ഭവനത്തിൽ താമസിക്കാനായിട്ടും കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനും യോഗമുണ്ട്. എന്നാൽ ഭാതൃകദശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. സഹായിക്കേണ്ടവരുടെ പെരുമാറ്റം, സഹായസ്ഥാനത്തുള്ളവരുടെ പെരുമാറ്റം അപ്രിയമായി തോന്നുക. ഇടയ്ക്കിടയ്ക്ക് കഴുത്തിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതോടെ നടുവേദനയും മുട്ടിന് മുകളിലേക്ക് താഴോട്ടുള്ള മുട്ട് വരെയുള്ള ഭാഗത്തുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം നാഗപൂജ ചെയ്യണം, ദേഷ്യം കുറയ്ക്കണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കഴിപ്പിക്കുക, അതേപോലെ തന്നെ നാരങ്ങാമാല ചേർത്തുക, അഭിഷേകം നടത്തുക, ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.